ഹായ് ഹലോ വെൽക്കം ബാക്ക് ഡേ 4 ഇൻ ചെന്നൈ വണ്ടല്ലൂർ സൂ. ഞങ്ങൾ ഈ ചെന്നൈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ദിവസം വണ്ടല്ലൂർ സൂവിൽ പോകണം. കാരണം സുട്ടൂന് ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി വൈൽഡ് ആനിമൽസിനെ. അതുകൊണ്ട് തന്നെ സൂവിൽ പോകാമെന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര എക്സൈറ്റഡുമാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ ആണ്. അവർ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ തീമിൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു സൂ ആയതുകൊണ്ട് നമ്മളൊരു ബഗ്ഗി എടുത്തിട്ടായിരുന്നു പോയത്. ഫസ്റ്റ് ഏരിയയിലൊക്കെ ഫുൾ കുരങ്ങന്മാരും അതേമാതിരി മാന് ആ ഒരു ഏരിയ ആയിരുന്നു. നമ്മൾ വണ്ടിയിലായതുകൊണ്ട് എല്ലാ സ്ഥലത്തും വണ്ടി നിർത്തുന്നുണ്ടായിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഈ ഒരു ലയണിൻ്റെ ടൈഗറിൻ്റെ ഏരിയ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ ഒരു ഫോറസ്റ്റിൻ്റെ രീതിയിൽ തന്നെ ഇതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. സംഭവം നമ്മൾ ലയണിൻ്റെ ടൈഗറിൻ്റെ ഒക്കെ ഇടയിലാണ് നിൽക്കുന്നതെങ്കിലും പക്ഷെ ആ ഒരു ഏരിയ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സുട്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സുട്ടുവിന് ബഗ്ഗി എടുത്തത് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. കാരണം സുട്ടുവിൻ്റെ ഒരു മൈൻഡിൽ സൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് കാണാനുള്ള ഒരു സ്ഥലമാണെന്നാണ്. കാരണം മുൻപ് നമ്മൾ തൃശ്ശൂർ സൂവിലൊക്കെ പോയ സമയത്തും നടന്നിട്ടിരുന്ന് കണ്ടത്. അതോ വണ്ടി കയറുമ്പോഴേക്ക് സുട്ടു ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടുകൾ കരച്ചിൽ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഈ ഒരു കരടീൻ്റെ അടുത്ത് ഇറങ്ങിയപ്പം അത് ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്ന് പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റ് നിന്ന് അതിൽ ചെറുതായിട്ടൊന്ന് ടെൻഷനായി. ഇതെങ്ങാനും ചാടി നമ്മളെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുമോ, അങ്ങനെയൊക്കെ ഒരു ചെറിയ ടെൻഷനായിപ്പോയി. പിന്നെ സുട്ടുവിനൊരു പോപ്കോണൊക്കെ കൊടുത്ത് നമ്മൾ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തി. അതിൻ്റെ ഇടയിൽ സ്നേക്സിൻ്റെ ഒക്കെ ഏരിയ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നമ്മൾ ഇറങ്ങി കണ്ടു. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ റൈനോൻ്റെ ഏരിയ, അങ്ങനെ ക്രൊക്കഡൈൽ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാ എലിഫൻറ്റിനെയും ജിറാഫിനാണ്. ഇതാണ് സുട്ടുവിൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം സുട്ടുവിൻ്റെ ഫേവറേറ്റ് ആനിമൽ എലിഫൻ്റാണ്, ജിറാഫും ഉണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം നമ്മൾ സൂ കണ്ട് കഴിയാനായി. ലാസ്റ്റായിട്ട് ഒരു അക്വേറിയം കൂടി ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ ഡ്രോപ്പ് ചെയ്യും. എന്തായാലും വന്നാലേ അക്വേറിയത്തിൻ്റെ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എവിടെന്നാ അറിയില്ല, കാറ്റും മഴയൊക്കെ വന്നു. അത് ഞങ്ങൾക്ക് അത്ര പുതുമയല്ല, കാരണം ഞങ്ങൾ എവിടെ പോയാലും മഴ ഉണ്ടാവും. ഞങ്ങൾക്കൊരു മഴശാപമുണ്ട്. അത് ഞാനും ഏട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങൾ ചെന്നൈയിൽ വരെ മഴ പെയ്യിപ്പിച്ചു. അപ്പോൾ മഴ നമ്മൾ വിട്ടു പോകുന്ന കാര്യമല്ല. ഞങ്ങളിങ്ങനെ കളിയാക്കി കൊണ്ട് പറയും, ഇനി ആർക്കെങ്കിലുമൊക്കെ മഴ പെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ വന്ന് മഴയൊക്കെ പെയ്യിപ്പിച്ച് തരും. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു. ഈവനിങ് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയം മുതൽ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായി, ചെന്നൈയിൽ പോകുന്ന സമയത്ത് ഒരു ശരവണ സ്റ്റോർ ഉണ്ട്, അവിടെ പോകുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാനുള്ള കുറേ സാരികളൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മേൻ്റെ ഈ ശരവണ സ്റ്റോർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം അമ്മ ഡെയിലി എടുക്കുന്ന അധിക സാരികളും അമ്മ ചെന്നൈയിൽ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. അമ്മ പറഞ്ഞപ്പോൾ തന്നെ അവിടെ പോയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ തുറന്ന് നിന്ന് പറഞ്ഞില്ലേ, അത്രയും നമുക്ക് ഏത് റേഞ്ചാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഞാനും കുറേ നോക്കി ഈ ഒരു ബ്രൗൺ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതും എടുത്തു. അതേമാതിരി ഈ പിങ്കും ബ്രൗണുള്ള ഒരു കോമ്പിനേഷനുള്ള സാരിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ട് സാരി ഞാൻ എടുത്തു. പിന്നെ നമ്മൾ ഓരോ ഫ്ലോർ, എനിക്ക് തോന്നുന്നു 5 ഫ്ലോർ എങ്ങാനുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഫ്ലോറിലും ഓരോ ടൈപ്പ് ഓഫ് സാധനങ്ങളാണുള്ളത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ നടന്ന് കാണുകയായിരുന്നു ആ ഒരു ദിവസത്തിൻ്റെ ഒരു ഇത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്. എന്തൊക്കെയൊക്കെയോ ഒരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഏട്ടാ കുറച്ച് പൈസ തന്നിട്ട് എന്നെ ഇവിടെ നിർത്തും, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു ഈ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട്. അതാണ് ഞാൻ ഓരോ സാധനങ്ങൾ നോക്കും, അതിൻ്റെ വില നോക്കും, അവിടെ വെക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ പറയണ്ടേ, ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി കുറേ ആയിട്ടബി, ഇതൊക്കെ തിരിച്ച് നാട്ടിലും എത്തിക്കണം. അത് പറയുന്ന സമയത്ത് ആ സാധനം അവിടെ ഇങ്ങനെ വെക്കും. അങ്ങനെ മൊത്തത്തിൽ നല്ല രസമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര എന്താ പറയുക എനിക്കൊരു പ്രത്യേക തരം ഹാപ്പിനെസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് പോയ സമയത്ത്. ഈ നിലാവത്ത് അഴിച്ചു വിട്ടൊരു കോഴീനെ പോലെ ഞാൻ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഫുൾ കറങ്ങി നടക്കിയിരുന്നു. എന്തായാലും എനിക്ക് ഈ ഒരു ഡേയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡും ഹാപ്പിയാണ്. ഒരു വലിയ ഷോപ്പിംഗ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസവും കഴിഞ്ഞു. ഓൾമോസ്റ്റ് ആ ഒരു ദിവസം ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് പോരാനുള്ള തലേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വെച്ച് ബൈ ബൈ. ഷുട്ടുവിന് എന്തൊക്കെയാ വാങ്ങിയത്? പിന്നെയോ പിന്നെയോ വേഗം പറയേ.
ഇഷ്ടായോ? ഓക്കെ, ഹാപ്പി ആണോ? ആണോ? ഒരു ഓക്കെ പറയുന്നാല് സന്തോഷായോ?